ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീട് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫട്ട ഹൈപ്പർസോണിക് മിസൈൽസ് ഞങ്ങളെ ആക്രമണത്തിന് ഉപയോഗിച്ചു. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീട്, ഇസ്രായേലിന്റെ ബെൻ ഗുരിയൻ ഇന്റർനാഷണൽ എയർപോർട്ട്, തലസ്ഥാനമായിട്ടുള്ള ടെൽ അവീവ്, ഇവയെല്ലാം ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ഈ ആക്രമണം നടന്ന് അവസാനിച്ചതിന് ശേഷം പ്രൈം മിനിസ്റ്ററുടെ അവസ്ഥ എന്താണ് എന്നറിയില്ല. ഇങ്ങനൊരു അറിയിപ്പ് IRGC പുറത്തുവിട്ടു. ഫട്ട ഹൈപ്പർസോണിക് മിസൈൽസ് ഈ ഒരു ആക്രമണത്തിൽ ഉപയോഗിച്ചതായും അവർ പറയുന്നുണ്ട്. ഇത് വളരെ റീസെന്റ് എസ്കലേഷനായി തന്നെ കാണുകയാണ്. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് മൊത്തം 3 F-15E വേരിയന്റിലുള്ള വിമാനങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഫ്രണ്ട്ലി ഫയറിംഗ് വഴി, അതായത് ഡ്രോണിന് പകരം ഈ വിമാനങ്ങളെ മിസ് ഐഡന്റിഫൈ ചെയ്തതിലൂടെ ഈ വിമാനങ്ങൾ അവർ നഷ്ടപ്പെടുത്തി. ഇത് അമേരിക്കയ്ക്ക് ഗണ്യമായൊരു നഷ്ടം തന്നെ വരുത്തിയിട്ടുണ്ട്. എന്നാൽ പൈലറ്റ്സ് ആർക്കും യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അമേരിക്കയുടെ വാദം. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം അറിയാൻ പോകുന്നത് ഗൾഫ് കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മൊത്തം ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, ജോർദൻ, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൂടാതെ USA, ഈ എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. സത്യത്തിൽ ആദ്യം ഗൾഫ് കൺട്രീസിൽ നിന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. പിന്നീട് അമേരിക്കയും ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ പുറത്തുവിട്ടു. ഈ എല്ലാ രാജ്യങ്ങളും ചേർന്ന അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ നടത്തിയ ആക്രമണം എല്ലാ രാജ്യങ്ങളിലും പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളുടെ സിവിലിയൻ പ്രോപ്പർട്ടീസിൽ നഷ്ടം വന്നിട്ടുണ്ട്. ഈ രാജ്യങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട എനർജി ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ ഈ സോഴ്സ് ഓഫ് ഇൻകം തന്നെ അതാണ്, അതിലും പ്രശ്നം വന്നിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തികം, അതിന് സപ്പോർട്ടായിട്ടുള്ള ജനങ്ങൾ, അവരുടെ ദൈനംദിന ജീവിതം, ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന എക്കണോമി ആക്ടിവിറ്റീസ്, ഇവയെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം ഇറാനെതിരെയുള്ള അപലപനം അറിയിക്കുന്നു. മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ യാതൊരു തരത്തിലും ഈ 2 രാജ്യങ്ങൾക്കും ഒരു സഹായവും ചെയ്തിട്ടില്ല. എന്നിട്ട് കൂടിയും യാതൊരു കാരണവുമില്ലാതെ ഞങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണം ഒരല്പം പോലും അന്താരാഷ്ട്ര നിയമങ്ങൾക്കുള്ളിൽ ഉൾപ്പെടുന്നില്ല. ഇതിനുള്ള പ്രതിഫലം തീർച്ചയായും ഇറാൻ ഫേസ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരും. ഞങ്ങൾക്കുള്ളിൽ ഒരു ഐക്യമുണ്ട്. അടുത്ത ഘട്ടമായി ഇറാനെതിരെ എന്ത് നടപടി എടുക്കണമെന്നുള്ളത് ഈ എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒരുമിച്ചെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യം ശരിയാണ്. എല്ലാ പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയിട്ടില്ല. എന്നാൽ ഓരോ രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട ചില ഇടങ്ങളുണ്ടാകും. ഇപ്പോൾ UAE നോക്കുകയാണെങ്കിൽ ദുബായ് പോലുള്ള പ്രദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പാം ഐലാൻഡ്സ്, ബുർജ് ഖലീഫ പോലുള്ള പ്രദേശങ്ങൾ, ഇതൊക്കെ ആ രാജ്യത്തിൻ്റെ അടയാളമാണ്. ആ സ്ഥലങ്ങളിലൊക്കെയും ആക്രമണം നടത്തുമ്പോൾ അത് ടൂറിസം സംബന്ധിക്കുന്ന എല്ലാ ഇമേജും അവിടെ തകർക്കും. വളരെ സേഫായ രാജ്യമാണ്, ടാക്സ് ഫ്രീ ആയിട്ടുള്ള രാജ്യമാണ്, ഇൻഷുറൻസിനെ കുറിച്ചൊന്നും നിങ്ങൾ ദുഃഖിക്കേ വേണ്ട, ഇങ്ങനെ ഒരുപാട് ഇമേജ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവയെല്ലാം ഓരോ ഡ്രോണുകൾ ചെന്ന് ആക്രമിക്കുമ്പോൾ ഓരോ ഇമേജായി തകരുകയാണ്. അപ്പോൾ ഇവയെല്ലാം തിരികെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് സൗദിയുടെ പക്കലുള്ളതിൽ വെച്ച് വലിയൊരു ഓയിൽ റിഫൈനറിയാണ്. അതിലും ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഔട്ട് ഓഫ് സർവീസിലേക്ക് പോയിട്ടുണ്ട്. പൂർണ്ണമായും അത് ക്ലോസ് ചെയ്തു. മാത്രമല്ല, ആ ഒരു പ്രദേശം, ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളും സീൽ ചെയ്തിട്ടുണ്ട്. ഇത് സൗദിക്ക് വലിയൊരു നഷ്ടം തന്നെ നൽകിയിട്ടുണ്ട്. സത്യത്തിൽ പ്രൊഡക്ഷന് മാത്രം അല്ല നഷ്ടമുണ്ടാകുന്നത്. മിസൈൽ ഡ്രോൺ സ്ട്രൈക്കിൽ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സും അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം ആ രാജ്യങ്ങൾക്ക് വലിയൊരു പ്രശ്നം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ഈ ക്രൂഡ് ഓയിൽ 15% വില കയറി. യൂറോപ്യൻ മാർക്കറ്റിൽ മാത്രമല്ല, ഏഷ്യൻ മാർക്കറ്റിലും എല്ലാ മാർക്കറ്റിലും ക്രൂഡിന്റെ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം റെഡ് കാണിച്ചുകൊണ്ടിരുന്ന റഷ്യയുടെ സ്റ്റോക്സ്, ഓയിൽ റിഫൈനറീസ്, ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കമ്പനീസിൻ്റെയും സ്റ്റോക്സ് ഇന്ന് കയറിയിട്ടുണ്ട്. എല്ലാം ഗ്രീനിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം അവസാനിക്കുന്നത് വരെയും ലോകം മുഴുവനും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. വീണ്ടും മാർക്കറ്റിൽ റഷ്യയുടെ ക്രൂഡിന് ഡിമാൻഡ് പതിയെ വർദ്ധിപ്പിക്കുകയാണ്. ഈ 15% വില കയറുക എന്നത് സാധാരണ കാര്യമേ അല്ല. അതായത് ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ 15% കൂടിയിട്ടുണ്ട്. വീണ്ടും ഇത് കയറുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എല്ലാ രാജ്യങ്ങളും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ, ഇവയുടെ വിലയും വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ ഗോൾഡിൻ്റെ വില ഒരു 8-10,000 കൂടിയിട്ടുണ്ട്, കൃത്യമായി അറിയില്ല. എന്നാൽ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു വിലക്കയറ്റം സ്വർണ്ണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ സെൻട്രൽ ബാങ്ക്സും ഗോൾഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. കാരണം അതാണ് അവർക്കൊരു മിനിമം ഗ്യാരണ്ടി പോലും നൽകുകയുള്ളൂ. അടുത്ത് നമ്മൾ അറിയാൻ പോകുന്നത് IDF. ഇവർ പേർഷ്യൻ ലാംഗ്വേജിൽ ഒരു വീഡിയോ പുറത്തുവിട്ടു. ഇറാനുള്ളിൽ ഭരണം സംഭവിക്കുക മാത്രമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിൽ ജനങ്ങളെ ആക്രമിക്കുക അല്ലെങ്കിൽ ഇറാനിയർക്കെതിരെയുള്ള ഒരു ആക്രമണം നടത്തുക ഞങ്ങളുടെ ഉദ്ദേശമേ അല്ല. ഇറാനിൽ ഭരണം നടത്തുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ ഇറാനിൽ സംഭവിക്കുന്ന ഭരണത്തിന് സപ്പോർട്ടായിട്ടുള്ള വ്യക്തികൾ ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല. എത്രയും പെട്ടെന്ന് ഇറാൻ ജനങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കും എന്ന് പേർഷ്യൻ ലാംഗ്വേജിൽ ഒരു വീഡിയോ പുറത്തുവിട്ടു.
സത്യത്തിൽ ഓരോ തവണയും ഇസ്രായേൽ ചെയ്യുന്നൊരു സൈക്കോളജിക്കൽ ഓപ്പറേഷനാണിത്. ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ അവരുടെ ലാംഗ്വേജിൽ ഒരു വലിയ ബ്രോഡ്കാസ്റ്റിംഗ് വീഡിയോ പുറത്തുവിടും. അതേ സ്ട്രാറ്റജി ഇപ്പോൾ ഇറാനെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ പറയുക മാത്രമല്ല, ടെഹ്റാനുള്ളിൽ ഒരുപാട് ആക്രമണം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു യുദ്ധവിമാനത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ച കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഒഫീഷ്യൽ കണക്ക് പ്രകാരം 3 ആയിട്ടുണ്ട്. 3 F-15 യുദ്ധവിമാനങ്ങൾ ഒരു പ്രത്യേക ഏരിയയ്ക്കുള്ളിൽ വെച്ച് തന്നെ ഒരു എയർ സ്പേസിനുള്ളിൽ അടുത്തടുത്ത് വെച്ച് വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പൂർണ്ണ കാരണം പറയുന്നത് ഫ്രണ്ട്ലി ഫയർ ആക്ടിവിറ്റി എന്നാണ്. ഇതാണ് അമേരിക്കയുടെ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത്. ഇറാൻ്റെ ആക്രമണത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല. ഇറാൻ ഏതൊരു ഡ്രോണും ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടില്ല. ഫ്രണ്ട്ലി ഫയറിലൂടെ ഒരു വിമാനത്തെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ഒരു വിമാനത്തെ നഷ്ടപ്പെടുത്തിയത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷേ 3 വിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. അപ്പോൾ ആ എയർ സ്പേസ് എത്രത്തോളം ബിസിയാണ്, അല്ലെങ്കിൽ അവിടെ എത്രത്തോളം ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽസും ഇറാൻ്റെ ഡ്രോൺസും വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ ഒരു 12 മണിക്കൂറിൽ മാത്രം 600-ലധികം പ്രൊജക്ടൈൽസ് മിഡിൽ ഈസ്റ്റിനെ നോക്കി ഇറാൻ ഫയർ ചെയ്തിട്ടുണ്ട്. ബാലിസ്റ്റിക്, ക്രൂയിസ്, ഡ്രോൺസ് ഇവയെല്ലാം ചേർത്ത് ഏകദേശം 600-ലധികം പ്രൊജക്ടൈൽസ് ഫയർ ചെയ്തിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ചത് മുതലുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഈ കൗണ്ട് വീണ്ടും വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. കൂടാതെ ലബനൻ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ള ഏത് തരത്തിലുള്ള സൈനിക നടപടികളും ലെബനനിൽ നടത്താൻ പാടില്ല. അതിനുമപ്പുറം അവർ ചെയ്യുകയാണെങ്കിൽ സർക്കാർ അവർക്കെതിരെയുള്ള നടപടി സ്വീകരിക്കും. ഇസ്രായേലിനെയും ലെബനെയും ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. ഹിസ്ബുള്ള ഏത് തരത്തിലുള്ള മിലിറ്ററൈസ്ഡ് ആക്ഷൻസും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം ഇസ്രായേൽ ഇതിനു മുൻപൊരു കാര്യം പറഞ്ഞിരുന്നു. ഇതിനുശേഷം ഹിസ്ബുള്ള കാരണം ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഏതൊരു ടാർഗറ്റിനെയും ഞങ്ങൾ പിന്നെ വെറുതെ വിടില്ല. അതിപ്പോൾ സിവിലിയൻ ബിൽഡിങ്സിനടുത്തായാൽ പോലും ആ ടാർഗറ്റിനെ ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്യും എന്നൊരു പ്രഷർ ഗവൺമെൻറ്റിന് നൽകിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ലബനൻ പ്രൈം മിനിസ്റ്റർ നേരിട്ട് ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് നൽകിയത്. കൂടാതെ IDF ചില എസ്റ്റിമേഷൻസും നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ളക്ക് ഇത്ര റോക്കറ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ സിറിയയിൽ നിന്നും ഇറാൻ എത്ര ഡ്രോണുകൾ, മിസൈൽസ് വാങ്ങിയിട്ടുണ്ടാകാം, ഇങ്ങനെയൊരു എസ്റ്റിമേഷൻ നൽകിയിട്ടുണ്ട്. മിനിമം 2800 റോക്കറ്റ്സ് ഉടൻ തന്നെ അയക്കാൻ തയ്യാറായ നിലയിൽ നിൽക്കുകയാണ്. കൂടാതെ 3000-ലധികം ഡ്രോണുകൾ ഇറാനിൽ നിന്ന് ബ്ലാക്ക് മാർക്കറ്റിലൂടെയും സിറിയ വഴിയും ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമണം നടത്താനായി വാങ്ങിവെച്ചിട്ടുണ്ടെന്നും പറയുന്നു. ഈ ആയുധങ്ങൾ എവിടെയാണെങ്കിലും അതവർ ഏത് ബങ്കറിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നാലും അത് ഇസ്രായേലിലേക്ക് അവർ അയക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ അതിനെ നശിപ്പിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരെ കൊണ്ടൊരു വലിയ പ്രഷർ നൽകാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇതിന് മുൻപ് അവരുടെ ഒരു മാൻ പവർ നോക്കിയാൽ ഒരു 10,000-20,000 മാത്രമേ കാണൂ. വളരെ ലൈറ്റ് യൂണിറ്റിൻ്റെ എണ്ണം പോലും ഈ ഹിസ്ബുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് 10,000 ആയിരുന്നു. ഇപ്പോൾ റിസർവുമായി ചേർത്ത് വെറും 8,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹിസ്ബുള്ളയ്ക്കുണ്ടായ നഷ്ടങ്ങളെല്ലാം തന്നെ അവരൊരു പവർലെസ് പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതവർ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു, ഇസ്രായേലിനെതിരെയുള്ള സ്ട്രൈക്സ് അവർ തുടരുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയുകയുള്ളൂ. അടുത്ത IRGC സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. ഇതാണ് വൈറലായൊരു കാര്യം. IRGC ഒരു അറിയിപ്പ് നൽകുന്നു. ഇറാന്റെ ശത്രുവായിട്ടുള്ള ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഒരു ആക്രമണം നടത്തി. ആ ആക്രമണത്തിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടായി. മാത്രമല്ല അതിൽ രക്ഷപ്പെട്ടവർ വളരെ കുറവാണ്. ഈ ഒരു ആക്രമണം നടന്നതിന് ശേഷം പ്രൈം മിനിസ്റ്റർ ഓഫീസിനെ കുറിച്ചുള്ള യാതൊരു വാർത്തയും പുറത്തു വന്നിട്ടില്ല. ഇങ്ങനൊരു കാര്യമാണ് അവർ പറഞ്ഞത്. അതിനുശേഷം ഇസ്രായേലിന്റെ ചാര സംഘടനയായിട്ടുള്ള മൊസാദ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കാരണം ആക്രമണത്തിനിരയായിട്ടുണ്ട്. 3 മിസൈലുകൾ അയച്ച് ആക്രമിച്ചു എന്ന് വാർത്ത പുറത്തുവിട്ടു. അടുത്തത് ടെൽ അവീവ്. ഇസ്രായേലിന്റെ തലസ്ഥാനത്തിലും ബാലിസ്റ്റിക് മിസൈൽസ് കൂടാതെ ഹൈപ്പർസോണിക് മിസൈൽസ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും പറഞ്ഞു. 4മതായുള്ളത് ബെൻ ഗുരിയൻ എയർപോർട്ട്. ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട എയർപോർട്ടാണ്. ഈ ഒരു എയർപോർട്ടിലെ പ്രധാനപ്പെട്ട ടെർമിനൽസിലും കൂടാതെ എയർപോർട്ടിൽ നിർത്തിവെച്ചിരുന്ന എയർക്രാഫ്റ്റ്സിന് മുകളിലും ആക്രമണം നടത്തിയതായി വാർത്തകൾ വരുന്നുണ്ട്. ഇതാരോ പറഞ്ഞതല്ല, IRGC. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഒഫീഷ്യലായി തന്നെ അവരുടെ വാർത്തയിൽ ടെലഗ്രാമിലൂടെയും അവരുടെ സോഴ്സ് ഓഫ് മീഡിയാസിലൂടെയും ഈ വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് വന്നതിന് ശേഷം ഇത് വൈറലായി മാറാൻ തുടങ്ങി. കാരണം ഇസ്രായേലിന്റെ പക്കൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള യാതൊരു വാർത്തയും വന്നിട്ടില്ല. ഇവർ ഈ പറഞ്ഞിട്ടുള്ള അതേ ടൈം ലൈനിൽ 18 ബാലിസ്റ്റിക് കൂടാതെ ഹൈപ്പർസോണിക് മിസൈൽസ് ഉപയോഗിച്ച് ഇസ്രായേലിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ 5 മിസൈൽസ് ഇസ്രായേലിനുള്ളിൽ ഇമ്പാക്റ്റ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വലിയ കുഴപ്പത്തിന് കാരണം. എന്നാൽ ഇസ്രായേൽ പറയുന്നത് പ്രൈം മിനിസ്റ്ററിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ആദ്യം പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ അങ്ങനെ ഒരു ആക്രമണമേ നടന്നിട്ടില്ല. പകരം IRGC ഇതൊരു പ്രൊപ്പഗണ്ടയായി മാത്രം പറയുകയാണ്. ഇസ്രായേലിനുള്ളിൽ മിസൈൽസ് വന്ന് വീണത് മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സിന് അടുത്തോ ഇനി പ്രൈം മിനിസ്റ്റർ ഓഫീസിന് അടുത്തോ യാതൊരു മിസൈലും വന്ന് വീണിട്ടില്ല. മറ്റ് പ്രദേശങ്ങൾ, അതായത് ജനവാസ കേന്ദ്രങ്ങളിലും ഓപ്പൺ ഗ്രൗണ്ട്സിലും മാത്രമാണ് മിസൈൽസ് വീണത് എന്ന് ഒരു മറുപടി അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു കൺഫ്യൂഷനായി മാത്രം നിൽക്കുകയാണ്.
അതിനുമപ്പുറം ഇനി പ്രൈം മിനിസ്റ്ററെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ബെഞ്ചമിൻ നെതന്യാഹുവിന് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത്തരമൊരു സാഹചര്യം, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇസ്രായേലും ഇറാനുമായി പ്രശ്നം നടക്കുമ്പോൾ ഇവരെല്ലാം അവരുടെ ബങ്കേഴ്സിലായിരിക്കും ഉള്ളത്. ഇവരുടെ വാർ റൂം തന്നെ ബങ്കറിനടിയിലായിരിക്കും. അപ്പോൾ IRGCയുടെ ക്ലെയിം ശരിയാണെങ്കിൽ കൂടിയും അത് കാരണം പ്രശ്നങ്ങൾ അത്ര വലുതായി ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് ഇനീഷ്യൽ ഫേസ് ഓഫ് റിപ്പോർട്ട് മാത്രമാണ്. കൂടാതെ ടെല്ലവീവിൽ ഈ ബെൻഗുരിയൻ എയർപോർട്ടിലും ആക്രമണം നടത്തിയെന്നത് ശരിയാണ്. ടെർമിനൽ 2 ഒരു മിസൈൽ വന്ന് വീണ് ഇമ്പാക്ട് വരുത്തിയിട്ടുണ്ട്. അതല്ലാതെ എയർക്രാഫ്റ്റ്സിന്റെ ഡാമേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ലഭിച്ചിട്ടില്ല. കൂടാതെ ഇസ്രായേലിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 5 കഴിഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ എസ്റ്റിമേഷൻ മാത്രമാണ്. കാരണം ഇസ്രായേലിന്റെ ന്യൂസൊക്കെ സെൻസർ ചെയ്താണ് വരുന്നത്. ഫുട്ടേജസ് പോലും ലഭിക്കുകയില്ല. അപ്പോൾ അവർ 5 എന്ന് ഒഫീഷ്യലായി പറയുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കൗണ്ട് വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഇന്നലെ ഒരേ ഒരു മിസൈൽ വീണ് 40-ലധികം വീടുകൾ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. അപ്പോൾ കാഷ്വാലിറ്റീസ് കൗണ്ട് വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അതേസമയം ഇറാനുള്ളിൽ ഈ ഒരു ആക്രമണം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും 500 പേരെങ്കിലും മരിച്ചിരിക്കാമെന്നൊരു കണക്കും വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ഓഫീസ് ഞങ്ങൾ ആക്രമിച്ചു എന്നുള്ളൊരു ക്ലെയിം IRGC നടത്തി. ഇത് നമ്മെക്കൊണ്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഇതിനകം തന്നെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിനകത്തേക്ക് ഒരു ഡ്രോൺ അയച്ച് അത് പൂർണ്ണമായും വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോയും പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ പറയുന്ന ഈ ഒരു ക്ലെയിം പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. തുടർന്നുള്ള അപ്ഡേറ്റ്സുകൾ അറിയാനായി വിക്കിയോക്സ് മലയാളം നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.